ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാനായിട്ട് ദൈവം ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഞാൻ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോകൾ പലതും ആഴ്ചതോറും ചെയ്യാനായിട്ട് സാധിച്ചില്ല. നാട്ടിലായിരുന്നപ്പോൾ പല ആൾക്കാരും എൻ്റെ വീഡിയോ കേൾക്കുന്നുണ്ടെന്നും അപ്രിഷ്യേറ്റ് ചെയ്തൊക്കെ സംസാരിച്ചു. അതുപോലെ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഒരാൾ ഉയർത്തിയ ഒരു സന്ദേഹമാണ്. അതായത് അദ്ദേഹം ചോദിച്ചത്, ആഴ്ചതോറും വീഡിയോസ് ഇറക്കുന്നു, ഇത്രയും നാളും മുടക്കം വന്നതുകൊണ്ട് അതിനകത്തൊരു പ്രശ്നമില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ഒരു ചിന്താഗതിയിൽ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രം ആരും ദൈവത്തിലേക്ക് അടുത്ത് വരുന്നില്ല. നമ്മൾ വേദപുസ്തകം നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അവസാന പ്രവാചകൻ, പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകൻ മലാക്കിയായിരുന്നു. അതിനുശേഷം ഒരു 400 വർഷത്തേക്ക് ദൈവം സംസാരിച്ചിട്ടേ ഇല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 400 വർഷം. പിന്നീട് ദൈവം സംസാരിച്ചത് യോഹന്നാൻ സ്നാപകനിൽ കൂടെയാണ്. ആ 400 വർഷം ദൈവം സംസാരിച്ചത് ദൈവത്തിന് വേണമെങ്കിൽ തുടർച്ചയായിട്ട് പ്രോഫറ്റ്സിനെ വിട്ടുകൊണ്ടും അഭിഷിക്തന്മാരെ വിട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കാമായിരുന്നു. ദൈവം മനഃപൂർവ്വം നിശബ്ദനായിരുന്നതായിരിക്കണം ആ സമയത്ത്. അതുപോലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ എല്ലാവരുടെയും ആ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരിലും ദൈവവചനം ഓൾറെഡി ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ കൂടി എല്ലാവർക്കും ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മനസ്സിലും ആവശ്യത്തിലും അധികവും ഒക്കെ നമുക്ക് ദൈവവചനം ഓൾറെഡി ഉണ്ട്. ഈ വീഡിയോസ് കേട്ടുകൊണ്ട് മാത്രം ജനങ്ങൾ സ്വർഗത്തിലേക്ക് വരികയാണെങ്കിൽ, ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് വരികയായിരുന്നെങ്കിൽ, എൻ്റെ നാട്ടിൽ റാന്നിയിൽ നടന്നിട്ടുള്ള ഇത്രയും സുവിശേഷ പ്രസംഗങ്ങളും യോഗങ്ങളും മൂലം എത്രയോ ആൾക്കാർ ദൈവത്തിലേക്ക് വരേണ്ടതായിരുന്നു. അപ്പോൾ ഈ പ്രസംഗങ്ങളും ധ്യാനങ്ങളും മാത്രമല്ല ഇതിൻ്റെ അടിസ്ഥാനമെന്ന് വ്യക്തമാണ്. വേദപുസ്തകം നോക്കുകയാണെങ്കിൽ ലൂക്കസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം, അതുപോലെ തന്നെ മത്തായിലും മർക്കോസിലും പറഞ്ഞിട്ടുള്ള ഒരു പാരബിളാണ് പാരബിൾ ഓഫ് ദ സോവർ, വിത്ത് വിതയ്ക്കുന്ന ആളിനെ പറ്റി. അപ്പോൾ വിത്ത് വിതയ്ക്കുക എന്നുള്ള ജോലി മാത്രമാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്കി ചെയ്യാനുള്ളത് കേൾവിക്കാരാണ്. ഈ ശ്രോതാക്കളാണ് ബാക്കി ചെയ്യേണ്ട കാര്യം. അതിനകത്ത് ഒന്ന്, ഹൃദയം ക്രമീകരിക്കുക, ഈ വിത്തിനെ സ്വീകരിക്കാനായിട്ട് ഹൃദയം ക്രമീകരിക്കുക. രണ്ടാമത്, പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക. നമ്മളുടെ മനസ്സിലൊക്കെ എന്നേ വിത്ത് വിതയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ നമ്മളുടെ ഹൃദയം ഇതിനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണോ, ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഒരുക്കപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ആ പ്രതികരണം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്ത വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം, അതായത് 16-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ഐ ചോസ് യു, യു ഡിഡ് നോട്ട് ചൂസ് മീ. അതായത് ആ അധ്യായം 15-ാം അധ്യായം പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു പറയുന്നതാണ്. എന്നിട്ട് യേശുക്രിസ്തു പറയുന്നു, സ്നേഹമാണ് ഏറ്റവും വലിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. അതിനുശേഷം പറയുന്നത്, ഞാൻ നിങ്ങളെ സെർവൻസ് എന്ന് ഇനിയും ഒരിക്കലും വിളിക്കില്ല, യു ആർ മൈ ഫ്രണ്ട്സ്, ഐ വിൽ കോൾ യു മൈ ഫ്രണ്ട്സ്. കാരണം പരിചാരകന്മാർക്ക് ഒരിക്കലും മാസ്റ്ററിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം അറിയില്ല. സുഹൃത്തുക്കൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹൃദയം കൈമാറുന്ന ആൾക്കാരാണ്. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ തമ്മിൽ ഹൃദയം അറിയാമായിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് അവരുടെ സ്ഥാനത്തിനൊരു ഉയർച്ച കൊടുക്കുകയാണ്. അവരെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു. ഹൃദയം അറിയുന്നവർക്കറിയാം സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ ചൂസ് ചെയ്തു, നിങ്ങൾക്കൊരിക്കലും എന്നെ ചൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും ആദ്യമേ ചൂസ് ചെയ്തു. എങ്ങനെ നമുക്കറിയാം? ഈ വചനങ്ങളൊക്കെയും കേൾക്കുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ ആദ്യമേ ചൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ സുവിശേഷം കേൾക്കില്ല. പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറയുന്നത് തന്നെ, നിങ്ങളിത് ഹൃദയത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇനിയും ചെയ്യേണ്ട കാര്യം നമ്മളാണ് ചെയ്യാനുള്ളത്. നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഒരു 2 ആഴ്ച മുന്നേ, കഴിഞ്ഞ ടേം അവസാനത്തെ ആഴ്ചയായിരുന്നപ്പോഴത്തേനും
എൻ്റെ ക്ലാസ്സിൽ, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നാണ്, എൻ്റെ ക്ലാസ്സിലെ ഒരു പയ്യൻ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന പയ്യനാണ്. അവൻ ഇടയ്ക്ക് ചോദിക്കുകയാണ്, സാർ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്കറിയാം, ക്രിസ്തു മതത്തെ പറ്റി നന്നായിട്ട് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളുടെ പല കോൺസെപ്റ്റും മനസ്സിലാക്കാം, പക്ഷെങ്കിൽ ത്രിത്വത്തെപ്പറ്റി എനിക്കറിയില്ല. ട്രിനിറ്റി എന്താണ് എൻ്റെ ഇടയ്ക്ക് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്, മറ്റ് മതത്തിൽ വിശ്വസിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പയ്യനാണ്. അവൻ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, ട്രിനിറ്റി എന്താണ്? പല ക്രിസ്ത്യാനികൾക്കും ഇതുവരെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കോൺസെപ്റ്റാണിത്. എന്നിട്ടും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് ഇതിനെപ്പറ്റി ചിന്തിക്കുവാനും അതിനെപ്പറ്റി സംശയം ചോദിക്കുവാനുമായിട്ടുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണ്. അവൻ്റെ അന്വേഷണം ഒരു നല്ല പര്യവസാനത്തിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അന്വേഷിക്കുന്നവർക്ക് മാത്രമേ കണ്ടെത്തുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ സത്യം കണ്ടെത്തുന്ന ആൾക്കാർക്കാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അപ്പോൾ അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നിങ്ങളുടെ ഈ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ഈ 1-2 ആഴ്ച നിങ്ങൾ വചനം കേട്ടില്ല എങ്കിൽ, അത് തുടർച്ചയായിട്ട് കിട്ടുന്നില്ല എങ്കിൽ അതിനൊന്നും ഒരു കുറവുമില്ല. കാര്യം നമ്മുടെ മനസ്സിൽ ഓൾറെഡി വചനത്തിൻ്റെ വിത്തുകൾ കിടപ്പുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കുക. സുറിയാനി ഓർത്തഡോക്സ് വിശ്വാസം പഠിപ്പിക്കുന്നത് നമ്മൾ വചനം മനസ്സിൽ എപ്പോഴും ചവച്ച് അരച്ച് നമ്മളത് പഠിച്ചുകൊണ്ടേയിരിക്കണം, അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. വേദപുസ്തകം പറയുന്നത്, എൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്നയാൾ ഭാഗ്യവാൻ. അപ്പം നമ്മൾ രാപ്പകൽ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ഇഷ്ടംപോലെ വചനങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. രാത്രി ഉറക്കമുണരുന്ന ഉടനെ നമ്മളുടെ ചിന്തകൾ ദൈവവചനത്തെ പറ്റിയാകട്ടെ, ദൈവം നമ്മളുടെ എന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാകട്ടെ. അപ്പം നമ്മൾക്ക് അറിയാവുന്ന വചനങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുക, നമ്മൾ ധ്യാനിക്കുക. ദൈവം നമ്മളെ നല്ല ഒരു വഴിയിലേക്ക് നയിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇനിയുള്ള ആഴ്ചകൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിരുന്നാലും ഇടയ്ക്ക് മുടക്കം വന്നു കഴിഞ്ഞാലും ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ചില സമയത്ത് ദൈവം നമ്മളെടുക്കെ സൈലൻ്റായിട്ടിരിക്കാൻ പറയും. അപ്പോൾ നമ്മളത് അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. അപ്പം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അന്വേഷണം തുടരാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.